ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഇന്ന് രാത്രിയിലും ബൈബിൾ ക്ലാസ്സായിട്ട് കൂടിവരുവാൻ കർത്താവ് സഹായിച്ചതിൽ എല്ലാ സ്തോത്രവും എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഈ നിലയിൽ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം പുതിയമത്തിലെ പല പുസ്തകങ്ങൾ കഴിഞ്ഞ നാളിലൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി ലേഖനങ്ങൾ നമുക്ക് പഠിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളോടുകൂടി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. സഹോദരന്മാർ ചിലർ ദൂതന്മാരെ പറ്റി ഒരു ചെറിയ നിലയിലുള്ള ക്ലാസ് എടുത്താൽ നന്നായിരിക്കുമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിഷയം പണ്ടൊക്കെ ബൈബിൾ കോളേജിലൊക്കെ പ്രത്യേക ഒരു വിഷയമായിട്ട് പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനകത്ത് വലിയ തർക്കമോ വാദങ്ങളോ വലിയ മനസ്സിലാക്കാൻ വിഷമമായ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബൈബിൾ കോളേജ് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം പ്രാധാന്യം കൊടുക്കാറില്ല. അതിന് പകരം വേറെ വിഷയങ്ങളൊക്കെയാണ് പഠിപ്പിക്കാറുള്ളത്. ഇന്ന് തന്നെയും ഈ വിഷയത്തെപ്പറ്റി അറിഞ്ഞിരിക്കുന്നതും ദൂതന്മാരെപ്പറ്റി അവരുടെ നാമങ്ങളിൽ അവരുടെ ശുശ്രൂഷകൾ പ്രവർത്തനങ്ങളൊക്കെ പറ്റി അറിയുന്നത് നമ്മുടെ അറിവിന് വേദ പഠന ചിന്തയ്ക്ക് നമ്മുടെ അതിന് നിശ്ചയത്തിനൊക്കെ അത് കാരണമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൂതന്മാരെ പറ്റിയിരിക്കുന്ന ഒരു ചെറിയ ഒരു പഠനമാണ് ആഗ്രഹിക്കുന്നത്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു ക്ലാസ് കൊണ്ട് തന്നെ തീർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ 5-10 മിനിറ്റ് മുമ്പോട്ട് പോയാൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതൊരു ആവർത്തനമായിട്ട് ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് തന്നെ തീർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പഠനം ദൂതന്മാരെ പറ്റിയാണ്, ഏഞ്ചൽസിനെ പറ്റിയാണ്. ദൂതന്മാരെ പറ്റി പഠിക്കുമ്പോൾ ആ വിഷയത്തിൽ പ്രവേശിക്കുന്ന മുമ്പായിട്ട് ഒരു ആമുഖമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും സ്കൂളിലൊക്കെ ഗ്രാമറൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നാം പഠിക്കുമ്പോൾ 4 ലിംഗഭേദങ്ങളെപ്പറ്റി പഠിക്കാറുണ്ട്. 4 ജെൻഡേഴ്സ്. 1 മാസ്കുലിൻ, 2 ഫെമിനൈൻ, 3 ന്യൂട്രൽ, 4 കോമൺ. ഇങ്ങനെ 4 ജെൻഡറുകളാണ്. മാസ്കുലിൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. എന്നാൽ ഗ്രീക്ക് ഭാഷ വരുമ്പോൾ 3 ജെൻഡറുകളേ ഉള്ളൂ, 3 ലിംഗഭേദങ്ങളേ ഉള്ളൂ. അത് മാസ്കുലിൻ, ഫെമിനൈൻ, ന്യൂട്രൽ ജെൻഡർ, 3 ജെൻഡറുകളാണ്. മാസ്കുലിൻ എന്ന് പറയുമ്പോൾ ഹി, ഹിം, ഹിസ്, ഇത്രയുമാണ് മാസ്കുലിൻ പുല്ലിംഗത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ സ്ത്രീലിംഗത്തിൽ കടന്നു വരുമ്പോൾ, ഫെമിനൈൻ ജെൻഡർ കടന്നു വരുമ്പോൾ ഷീ, ഹെർ, ഹേഴ്സ്, ഇത് 3. എന്നാൽ ന്യൂട്രൽ ജെൻഡറിലോട്ട് വരുമ്പോൾ ഇറ്റ്, ഇറ്റ്സ്, ഇതാണ് ന്യൂട്രൽ ജെൻഡർ. ദൂതന്മാരെ പറ്റി നാം പഠിച്ചു വരുമ്പോൾ തിരുവെഴുത്തിൽ ഒരിടത്ത് പോലും ഫെമിനൈൻ ജെൻഡർ സ്ത്രീലിംഗം ഉപയോഗിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ ഉടനീളം ദൂതന്മാർക്ക് പുല്ലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൂതന്മാർ ചിലടത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പുരുഷ വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. ഒരു ആമുഖമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ദൂതന്മാർക്ക് വ്യത്യസ്തമായിരിക്കുന്ന പേരുകൾ തിരുവെടുത്ത് നൽകിയിരിക്കുന്നു. പ്രധാനമായിട്ടും 4 പേരുകളിലാണ് അവരെ ജനറലായിട്ട് അറിയപ്പെടുന്നത്. ഒന്നത്തെ പേര് ദൂതൻ എന്നാണ്. ഏഞ്ചൽ എന്നാണ് ആ പേര്, ഒന്നാമത്തെ പേര്. ഈ ദൂതന് എബ്രായ ഭാഷയുള്ള വാക്ക് മലേക്ക് എന്നാണ്. മലേക്ക്. ഗ്രീക്ക് ഭാഷയിൽ ഏഞ്ചലോസ് എന്നാണ്. ഈ 2 വാക്കിൻ്റെ അർത്ഥം മെസ്സഞ്ചർ എന്നാണ്. സന്ദേശവാഹകൻ അഥവാ വാർത്താവാഹകൻ എന്നാണ് ഈ 2 വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൂതൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അല്പം കൂടി വിശദമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വൺ ഹൂ ഈസ് സെൻറ്റ്, അതായത് അയക്കപ്പെട്ട ഒരുവൻ എന്നാണ് ദൂതൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൂതൻ മനുഷ്യർ അയച്ച സന്ദേശവാഹകരുമുണ്ട്, ദൈവം അയച്ച സന്ദേശവാഹകരുമുണ്ട്. അവരെല്ലാം ദൂതൻ എന്നാണ് അറിയപ്പെടുന്നത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയക്കുന്നതായിട്ട് കാണുന്നു. അത് മനുഷ്യനാണ്. എന്നാൽ ദൈവം അയച്ച സന്ദേശകന്മാർ
ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12 വായിക്കുന്നുണ്ട്, യാക്കോബ് കണ്ട സ്വപ്നത്തിൽ ദൂതന്മാർ ഗോവണിൽ കൂടി കയറി ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച. അത് ഏഞ്ചൽസാണ്, ദൂതന്മാരാണ്. അപ്പം ദൂതൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സന്ദേശവാഹകർ, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർ ചെന്ന് പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നു എന്നാണ് ദൂതൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൂതൻ എന്ന വാക്ക് പഴയ നിയമത്തിൽ 103 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 175 പ്രാവശ്യവും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാൽ അയക്കപ്പെടുന്നുവോ അവർക്കായി സംസാരിക്കുന്ന വ്യക്തിയാണ് ദൂതൻ എന്ന് പറയും. അത് ഒന്നാമത്തെ പേര് ദൂതൻ എന്നാണ്. രണ്ടാമത്തെ പേരെന്ന് പറയുമ്പോൾ സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നമുക്ക് യോബിൻ്റെ പുസ്തകം 1:6 38:7 നാം കാണാൻ കഴിയുന്നത്, ദൂതന്മാർ സൃഷ്ടികളായിരിക്കുന്നത് കൊണ്ട് ദൈവപുത്രന്മാർ എന്ന് അവരെ വിളിച്ചിരിക്കുന്നു. ദൈവപുത്രന്മാരെന്നാണ് ഈ ഭാഗത്ത് അവരെ ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഹോളി വൺസ്, വിശുദ്ധ സംഘം എന്നാണ് അവരെ പറ്റി അറിയപ്പെടുന്നത്. സങ്കീർത്തനം 89:5-7 ഭാഗങ്ങളിൽ അവരെ വിശുദ്ധ സംഘം എന്ന് പറയും. നാലാമതായിട്ട് സൈന്യങ്ങൾ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സൈന്യം, സങ്കീർത്തനം 89:6-8, 1 ശമൂവേൽ 17:45, യെശയ്യാവ് 31:4 ഈ ഭാഗം കടന്നു വരുമ്പോൾ ഈ ഭാഗങ്ങളിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അവിടെ സൈന്യത്തിന് ദൂതന്മാർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അസംഖ്യം ദൂതന്മാർ ദൈവം മുമ്പാകെ സേവ ചെയ്യുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദൂതന്മാരുടെ പേരുകളെ പറ്റി പഠിക്കും പ്രധാനമായിട്ട് ഈ 4 പേരുകളാണ് അവരെ അറിയപ്പെടുന്നത്. ഇനി രണ്ടാമതായിട്ട് ദൂതന്മാരുടെ ഒറിജിൻ, ദൂതന്മാരുടെ ഉത്ഭവത്തെ പറ്റി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്, ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച സമയത്തെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടൊരു സൂചന കിട്ടുന്നില്ല. ഏത് സമയത്താണ് ദൂതന്മാരെ സൃഷ്ടിച്ചത് നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന സൂചന, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ദൂതന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. യോബിൻ്റെ പുസ്തകം 38:4-7 ഭാഗങ്ങൾ കാണുന്നത്, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൈവപുത്രന്മാർ ഘോഷിച്ച് ഉല്ലസിച്ചു എന്ന് കാണും. അത് എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം അടിസ്ഥാനമിട്ടപ്പോൾ അവർ ഘോഷിച്ച് ആനന്ദിച്ചു എന്ന് കാണും. അപ്പോൾ ദൈവം പ്രപഞ്ചത്തിലുള്ളതൊക്കെ സൃഷ്ടിച്ചതിനേക്കാൾ മുമ്പ് തന്നെ ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കാം എന്നുള്ള സൂചനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൂടാതെ തിരുവെഴുത്തിലുടനീളം ദൂതന്മാരുടെ അസ്തിത്വത്തെപ്പറ്റി, എക്സിസ്റ്റൻസിനെ പറ്റി കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ 34 പുസ്തകങ്ങളിലും പുതിയ നിയമത്തിൽ 17 പുസ്തകങ്ങളിലും ദൂതന്മാരുടെ അസ്തിത്വം അഥവാ ദൂതന്മാരുടെ എക്സിസ്റ്റൻസിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സംഗീതം 148:2-5 ഭാഗത്ത് നാം കാണുന്നത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ദൂതന്മാർ ഇവയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൂതന്മാരും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ 1:3 കൊലോസ്യ ലേഖനം 1:16 നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നു. യോഹന്നാൻ പറയുന്ന, അവൻ മുഖാന്തരം സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കൊലോസ്യ ലേഖനം 1:16 കാണുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, സകലവും അവനും മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണും. അപ്പോൾ ഇവിടെ 2 ഭാഗങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവാണ് സകലത്തിൻ്റെ സൃഷ്ടിതാവ് എന്നവിടെ വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം തന്നെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് മഹത്വം കരയറ്റുക എന്നുള്ളതാണ് സൃഷ്ടിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഇനി ദൂതന്മാരുടെ സംഖ്യയെപ്പറ്റി ഞാൻ പഠിച്ചിരുമ്പോൾ, അവരുടെ ഗണം എത്രമാത്രം ഉണ്ട് എന്ന് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2 ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, എബ്രായ ലേഖനം 12:22 കാണാൻ കഴിയുന്നത് അനേകായിരം ദൂതന്മാരുടെ സംഘം എന്ന് എബ്രായർ 12:22 കാണും. വെളിപ്പാട് പുസ്തകം 5:11 നാം കാണുന്നത് അവരുടെ എണ്ണം 10,000 10,000 1000 1000 ആയിരുന്നു എന്നവിടെ കാണുന്നു. അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തവണ്ണം അസംഖ്യമാണ് ദൂതന്മാരുടെ സംഖ്യ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം 100 മില്യണിൽ കൂടി വരുന്ന, അതിനപ്പുറത്തായിട്ട് വരുന്ന ദൂതസംഘം ഉണ്ടെന്നാണ് ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഒരിക്കലും ദൂതന്മാരുടെ സംഖ്യ കൂടുന്നുമില്ല, ദൂതന്മാരുടെ സംഖ്യ കുറയുന്നുമില്ല. അത് സ്ഥായിയായി നിലനിൽക്കുക. ദൂതന്മാർ മരിക്കുന്നില്ല, ദൂതന്മാർ ജനിക്കുന്നില്ല, സംഖ്യ കൂടുകയുമില്ല കുറയുകയും ചെയ്യുന്നില്ല, ഒരേ നിലയിൽ സ്ഥായിയായ നിലയിൽ നിൽക്കുകയാണ്. ഇനി അടുത്തായിട്ട് കാണാൻ കഴിയുന്നത് ദൂതന്മാരുടെ പ്രകൃതി, നേച്ചർ ഓഫ് ഏഞ്ചൽസ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് ദൂതന്മാർ ആത്മരൂപികളാണ്. ഏഞ്ചൽസ് ആർ സ്പിരിറ്റ് ബീയിങ്സ്. ആത്മരൂപികളാണ് ദൂതന്മാർ. 104 സങ്കീർത്തനത്തിലും എബ്രായയിലെ 1-ാം അധ്യായത്തിലും കാണാൻ കഴിയുന്നത് ഇവരൊക്കെ സേവകാത്മാക്കൾ എന്നാണ് അവരെപ്പറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. അവർ സേവ ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ 2 ഭാഗങ്ങളിലാണ് ദൂതന്മാർ മനുഷ്യ ശരീരമെടുത്ത് പ്രത്യക്ഷരായി അവരോട് കൂടി ആഹാരം കഴിച്ചതായിട്ട് 2 ഭാഗങ്ങളാണ് കാണുന്നത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ ഭാഗത്ത് അബ്രഹാം മമ്രയുടെ തോപ്പിലായിരുന്നപ്പോൾ അവിടെ 3 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ആ 3-ൽ ഒരാളെ ആണ് അബ്രഹാം വണങ്ങുന്നത്, ആരാധിക്കുന്നത്. ആ ഒരാൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് എന്നാണ് വേദചിന്തകന്മാരിൽ അഭിപ്രായപ്പെടുന്നത്. കാരണം ദൂതന്മാർ ആരാധനയ്ക്ക് യോഗ്യർ അല്ല. ദൂതന്മാരെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ദൂതന്മാർ ആരാധനയ്ക്ക് യോഗ്യരല്ല. എന്നാൽ അബ്രഹാം വീണു വണങ്ങി ആരാധിക്കുന്നുണ്ട്. അത് ജഡാവതാരം എടുക്കുന്നതിന് മുമ്പ് പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തു ആയിരുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന വേദചിന്തകരും സമർത്ഥിക്കുന്നത്. രണ്ടാമത്, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ഭാഗത്ത് കടന്നു വരുമ്പോൾ 2 പുരുഷന്മാർ സോദോമിൽ ലോത്തിൻ്റെ അടുത്ത് കടന്നിരുന്നുണ്ട്. അവിടെയും അവർ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. 2 സ്ഥലങ്ങളിലാണ് ദൂതന്മാർ മനുഷ്യവേഷം എടുത്ത് അവരോടൊപ്പം ആഹാരം കഴിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. കൂടാതെ ദൂതന്മാരെ പറ്റി കാണുവാൻ കഴിയുന്നത് പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവർ ശാരീരികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് കാലാഗ്രഹത്തിലായിരുന്നപ്പോൾ പത്രോസിൻ്റെ പുറത്ത് തട്ടി ഉണർത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ശാരീരികമായ സഹായങ്ങൾ വരെ ദൂതന്മാർ ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ദൂതന്മാർക്ക് ഭൗതികമായ ശരീരം ഇല്ല. അവർ പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. സ്ഥായിയായിട്ടുള്ള ശരീരം ഇല്ല എന്നുള്ളതാണ് വസ്തുത. സദൂക്യർ ദൂതന്മാരിലും വിശ്വസിക്കുന്നില്ല, പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ബൈബിളിൽ പല ഗ്രൂപ്പുകളുണ്ട്. പരീശന്മാർ, സദൂക്യർ, എസീനിയൻസ്, ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. അതിൽ സദൂക്യർ ദൂതന്മാരിലും വിശ്വസിക്കുന്നില്ല, പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നില്ല. ഒരിക്കൽ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഈ സദൂക്യർ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഒരു സ്ത്രീയെ 7 പുരുഷന്മാർ വിവാഹം കഴിച്ചു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പല സമയങ്ങളായിട്ട് സഹോദരന്മാർ 7 പേര് വിവാഹം കഴിക്കുന്നുണ്ട്. 7 പേരും മരിക്കുന്നു. അവസാനം സ്ത്രീയും മരിക്കുന്നു. അവർ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ കർത്താവിനോട് ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും എന്ന് ചോദിക്കുക. ഉടനെ കർത്താവ് മറുപടി കൊടുക്കുന്നത്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുകയില്ല.
അപ്പം ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച ഉപയോഗിച്ചിരിക്കുന്ന ലിംഗഭേദം എന്ന് പറയുന്നത് പുല്ലിംഗമാണ്, മാസ്കുലിനാണ്, സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സ്ത്രീലിംഗ രൂപത്തിൽ ദൂതന്മാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ വിവാഹം കഴിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാമായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ പുല്ലിംഗ രൂപത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കർത്താവിടെ പറയുന്നത് അവർ സ്വർഗത്തിലെ ദൂതന്മാർക്ക് സമമായിരിക്കും, അവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല എന്ന് പറയുക. അഥവാ ഇപ്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ഇവർ ദൂതന്മാർക്ക് തുല്യർ എന്ന് വെച്ചാൽ അവർക്ക് ശരീരമില്ല, വിവാഹമില്ല, മരണമില്ല, ജനനമില്ല. ദൂതന്മാർ എങ്ങനെയായിരിക്കുന്നു അതേ അവസ്ഥയിൽ. എന്നാൽ വിശുദ്ധന്മാർ ഭാവിയിൽ അവർ പുനരുത്ഥാന ശരീരം കിട്ടുന്നുണ്ട്. എന്നാൽ അവിടെ വിവാഹമില്ല, വിവാഹത്തെ കൊടുക്കുകയുമില്ല, അവിടെ വൈവാഹിക ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ദൂതന്മാർ എങ്ങനെയായിരിക്കുന്നു, അവരുടെ അവസ്ഥ, ആത്മീയ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു അതേ അവസ്ഥയിലായിരിക്കുമെന്ന് കർത്താവ് സദൂക്യരോട് പറയുകയാണ്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് 1 കൊരിന്ത്യർ 6:3 കാണുന്നത് നാം ദൂതന്മാരെക്കാട്ടിൽ അധികം അത് താഴ്ചയിലാണ് നിൽക്കുന്നത്. ദൂതന്മാർ മനുഷ്യരെക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളെക്കാൾ അല്പം കൂടി ഉയർന്ന പദവിയില്ല. എന്നാൽ 1 കൊരിന്ത്യർ 6 കാണുന്നത് നാം ദൂതന്മാരെ വിധിക്കുമെന്ന് പൗലോസോട് പറയുകയാണ്. സഭ ദൂതന്മാരെ വിധിക്കുവാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ ദൂതന്മാരെക്കാട്ടിൽ അല്പം താഴ്മയുള്ള അവസ്ഥയില്ല. എന്നാൽ പുനരുത്ഥാനത്തിൽ അതാ സഭ ഭൂമിയിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും എന്ന് കാണും. വിധിക്കുന്നതിൻ്റെ 2 അടിസ്ഥാനമുണ്ട്. ഒന്ന്, ദൈവജനം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 2, അവൻ നമ്മെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 2 പ്രക്രിയകൾ ദൈവം നമ്മളിൽ വ്യത്യസ്തമായ നിലകളിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് പുനരുത്ഥാനത്തിൽ നിത്യതയിൽ നാം ദൂതന്മാരെ വിധിക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ 2 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ എബ്രായർ 2:7, സങ്കീർത്തനം 8:5 ഈ ഭാഗങ്ങളിൽ കടന്നു വരുമ്പോൾ സങ്കീർത്തനം 8:5 നിന്നും ഉദ്ധരണി എടുത്തിട്ട് എബ്രായലേഖന കർത്താവ് 2:7 പറയുകയാണ്, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അവസ്ഥയെപ്പറ്റി എബ്രായലേഖന കർത്താവ് പറയുന്നു, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. 1-ാം അധ്യായം എബ്രായലേഖനം 1-ാം അധ്യായം മൊത്തമായി പഠിക്കുമ്പോൾ അവനെ കർത്താവിനെ പറ്റി പറയുന്നത് അവൻ എല്ലാത്തിനേക്കാട്ടിൽ മഹാൻ, അവൻ യോശുവയെക്കാട്ടിൽ മഹാൻ, മോശയെക്കാട്ടിൽ മഹാൻ, ആരോനെക്കാട്ടിൽ മഹാൻ, ശലോമോനെക്കാട്ടിൽ വലിയവൻ, ദേവാലയത്തെക്കാട്ടിൽ വലിയവൻ, ദൂതന്മാരെക്കാട്ടിലും വലിയവനെന്ന് 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ്, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇപ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടല്ലോ. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനെന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി എന്ന് പറയും. എന്താണ് അവിടുത്തെ വ്യത്യാസം? അവിടുത്തെ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ദൂതന്മാർക്ക് ഒരിക്കലും മരണം ഇല്ല, അവർ മരിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം ഉണ്ടായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കാൽവറിയിൽ മരിച്ചു. മരണം കർത്താവിന് അനുഭവിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. എന്നാൽ ജഡമെടുക്കുന്നതിന് മുമ്പായിട്ട്, ജഡാവതാരത്തിന് മുമ്പായിട്ട് കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാട്ടിൽ വലിയവനായിരുന്നു. എന്നാൽ ജഡമെടുത്ത് ഭൂമി വന്നപ്പോൾ ദൂതന്മാരെക്കാട്ടിൽ അല്പം മാത്രം താണു. എന്നാൽ കർത്താവ് മരണത്തെ ജയിച്ച് ഉത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പദവിയിൽ കർത്താവ് എത്തിച്ചേർന്നു. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും വലിയവനായിട്ട് പഴയ അവസ്ഥയിലോട്ട് കർത്താവ് മടങ്ങി ചെല്ലുകയാണ് ഉണ്ടായത്. ഇവിടെ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു ജഡമെടുത്ത് വരുമ്പോൾ
താൽക്കാലികമായി മാത്രം ദൂതന്മാരെക്കാട്ടിൽ അല്പം മാത്രം താഴ്ത്തി. കാരണം ക്രിസ്തുവിന് മരണം ആസ്വദിച്ചേ മതിയാവുകയുള്ളൂ. അവന് മരണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൂതന്മാരെക്കാട് അല്പം മാത്രം താഴ്ത്തി എന്ന് പറയും. എന്നാൽ മരണത്തെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉയർന്ന പഴയ പദവിയിലേക്ക് കർത്താവ് എത്തിച്ചേർന്നു. മൂന്നാമത്തെ പ്രത്യേകത, ദൂതന്മാർ അദൃശ്യജീവികളാണ്. ദൂതന്മാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ദൃശ്യരൂപം ഇല്ല. അവരുടെ രൂപം പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ പ്രത്യേക ഘട്ടങ്ങളിൽ അവർ രൂപമെടുത്തു വരുന്നു. അത് താൽക്കാലികമായി പ്രത്യക്ഷപ്പെടുന്നു, അപ്പോൾ തന്നെ അപ്രത്യക്ഷമാകും. സ്ഥിരമായിട്ടുള്ള രൂപം അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇവരെ ആത്മീയ രൂപികളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ചിന്തകന്മാർ പറയുന്നത്, ദൂതന്മാർക്ക് എന്തെങ്കിലും രൂപഭാവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, മനുഷ്യരെപ്പോലെ എന്തെങ്കിലും രൂപഭേദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യർ ദൂതന്മാരെ ആരാധിക്കുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു രൂപത്തെപ്പറ്റിയും പറയുന്നില്ല എന്ന് അവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിന് രൂപസാദൃശ്യമില്ല. പുത്രനായ ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നിവയെല്ലാം വെളിപ്പെടുത്തി. എന്നാൽ മനുഷ്യർ ചെയ്തത് എന്താണെന്നറിയാമോ? പല വിധത്തിലുള്ള രൂപസാദൃശ്യങ്ങളാക്കി ദൈവത്തെ മാറ്റി. മനുഷ്യനെ പറ്റിയ ഏറ്റവും പരാജയമാണത്. നമുക്ക് റോമലേഖനം 1:23 കടന്നു വരുമ്പോൾ, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് കാണും. അപ്പോൾ ദൈവത്തെ മനുഷ്യൻ എങ്ങനെയൊക്കെ ആക്കി തീർത്തു? പക്ഷിയുടെയും മൃഗത്തിൻ്റെയും നാൽക്കാലിയുടെയും ഒക്കെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് മനുഷ്യൻ്റെ വലിയൊരു പരാജയമാണ് എന്നവിടെ കാണാൻ കഴിയുക. ദൈവം ആത്മാവാണ് എന്നുള്ളതാണ് നമുക്ക് തിരുവെഴുത്തിൽ കൂടി കാണുവാൻ കഴിയുന്നത്. നാലാമത്തെ പ്രത്യേകത, ദൂതന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളുണ്ട്, പ്രത്യേക രീതികളുണ്ട്. ഒന്ന്, അവർ ബുദ്ധി വൈഭവം ഉള്ളവരാണ്. ഇൻ്റലിജൻസ് ബീയിങ്ങാണ്, ബുദ്ധി വൈഭവം ഉള്ളവരാണ്. നമുക്ക് വെളിപ്പാട് ദാനിയേൽ പ്രവചനം 9:21-22 ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നത്, ഗബ്രിയേലിനെ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ, ദാനിയേലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ ദാനിയേലിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നിനക്ക് എന്ത് തരേണ്ടതിനാണ്? ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ അവർ ഇൻ്റലിജൻസ് ബീയിങ് ആണ്, ബുദ്ധി വൈഭവം ഉള്ളവരാണ് എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ദാനിയേൽ പ്രവചനം 10:14 കാണുന്നത്, നിൻ്റെ ജനത്തിന് ഭാവികാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇൻ്റലിജൻസ് ബീയിങ് ആണ് അവർ. ദാനിയേലിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടെ ദൂതന്മാർ പ്രത്യക്ഷനാകുന്നു, ഗബ്രിയേൽ പ്രത്യക്ഷനാകുന്നു എന്ന് കാണും. രണ്ടാമത്, അവർ ഇച്ഛാശക്തിയുള്ളവരാണ്, വിൽ പവർ ഉള്ളവരാണ്. യെശയ്യാപ്രവചനം 14:12-15 വരെയുള്ള ഭാഗങ്ങളിൽ കടന്നു വരുമ്പോൾ അവിടെയാണ് ദൂതന്മാരുടെ വീഴ്ചയെപ്പറ്റി കാണുവാൻ കഴിയുന്നത്. അവിടെ 5 I wills, 5 കാര്യങ്ങൾ ഈ വീണുപോയ ദൂതൻ പറയുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? ഞാൻ സ്വർഗത്തിൽ കയറും. ഒന്നാമത്തെ I willsൽ 5 I willsൽ ഒന്നാമത് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും. ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. അത് 2. മൂന്നാമത്, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. നാലാമതായിട്ട്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. അഞ്ചാമത്, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇങ്ങനെ 5 അവകാശവാദങ്ങൾ, 5 വിൽസ് ആണ് കാണുക. അപ്പോൾ അതിൻ്റെ അർത്ഥം കാണുന്നത്, ഈ ദൂതന്മാർക്ക് വിൽ പവർ ഉണ്ടായിരുന്നു, ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, ഒരു കാര്യങ്ങൾ പറയുവാൻ വരയ്ക്കുന്ന ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് പ്രത്യേകത, ദൂതന്മാർക്ക് ഇമോഷനുണ്ട്, വികാരങ്ങളുണ്ട്. അതായത് അവർ ചിലപ്പോഴൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നാം യോബിൻ്റെ പുസ്തകം 38 കണ്ടത്,
ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൈവപുത്രന്മാർ സന്തോഷിച്ചു എന്ന് കാണുന്നു. അവർക്ക് ഇമോഷനുണ്ട്, വികാരങ്ങളുണ്ട്, വൈകാരികമായ പ്രകടനങ്ങൾ ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ അവർക്ക് ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 1 പത്രോസ് 1:12 നാം വായിക്കുന്ന പ്രകാരമാണ്, സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കും. അപ്പോൾ ദൈവദൂതന്മാർക്കും ആഗ്രഹമുണ്ടായിരുന്നു സുവിശേഷം അറിയിക്കുവാനായിട്ട്. അവരും ആഗ്രഹിച്ചു, അവർക്കും താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ട്, ഡിസയർ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ദൈവം അത് ഏൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. ഇനി അടുത്ത വിഷയത്തിൽ കടന്നു വരുമ്പോൾ ദൂതന്മാരുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരെ തരംതിരിക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ കഴിയുന്നു. ആദാം ഹവ്വമാരെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയതുപോലെ തന്നെ ദൂതന്മാരെയും ദൈവം സൃഷ്ടിച്ച് ആക്കിയിട്ടുണ്ട്. പാപരഹിതമായ അവസ്ഥയിൽ അവരെ സൃഷ്ടിച്ച് ആക്കി. ദൂതന്മാരെയും ദൈവം പാപമില്ലാത്ത അവസ്ഥയിലാണ് സൃഷ്ടിച്ചത്. ആദാം ഹവ്വമാരെ എങ്ങനെ സൃഷ്ടിച്ചുവോ അതേ അവസ്ഥയിൽ തന്നെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മുഖ്യ ദൂതനായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. ലൂസിഫറിൻ്റെ വീഴ്ചയാണ് നമുക്ക് യെശയ്യാ പ്രവചനം 1 അധ്യായത്തിലും യെശയ്യാ പ്രവചനം 28 അധ്യായത്തിലും കാണുന്നത്. മുഖ്യ ദൂതനായിരുന്നു ലൂസിഫർ. ഈ ലൂസിഫർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചതാണ് നമ്മൾ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. എന്നാൽ ഇങ്ങനെ 5 നിഗളങ്ങൾ, 5 അവകാശങ്ങൾ പറഞ്ഞപ്പോൾ സ്വർഗീയ മണ്ഡലത്തിൽ നിന്നും ഈ ലൂസിഫർ അവൻ വെട്ടേറ്റു നിലത്ത് വീണു എന്ന് കാണും. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ടത്. അവൻ്റെ വീഴ്ചയിൽ, ഈ ലൂസിഫറിൻ്റെ വീഴ്ചയിൽ കാണുന്നത് വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്. 1/3 ദൂതന്മാരെ കൂടി ചേർത്താണ് അവൻ പതിക്കുന്നത്. അവൻ്റെ സംഘത്തിൽ, ലൂസിഫറിൻ്റെ സംഘത്തിൽ 3 ദൂതന്മാരെ കൂടെ, 1/3 ദൂതന്മാരെ കൂടെ ചേർത്ത്. ബാക്കി 2 ദൂതന്മാർ ഇപ്പോൾ സ്വർഗീയ മണ്ഡലത്തിൽ പിതാവാൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ പാപരഹിതമായ അവസ്ഥയിൽ അവർ തുടരുന്നു എന്ന് കാണുന്നു. എന്നാൽ ഈ ലൂസിഫറിനെ സൃഷ്ടിച്ചാലിക്കുന്ന അവസ്ഥ, ലൂസിഫറിൻ്റെ അവസ്ഥ വളരെ അവർണീയമായിട്ടുള്ള, പ്രത്യേകമായിരിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷത്തിലായിരുന്നു അവൻ്റെ അവസ്ഥ എന്ന് കാണുവാൻ കഴിയുകയാണ്. യെശയ്യാ പ്രവചനം 28 അധ്യായത്തെ പഠിച്ചു വരുമ്പോൾ ഈ ലൂസിഫർ ദൈവത്തിൻ്റെ തോട്ടമായിരുന്ന ഏദനിലായിരുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും അണിഞ്ഞ് അവനെ മൂടിയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ എത്രയോ അനുഭൂതി ഉണ്ടാക്കുക, എത്രയോ അവർണ്ണനീയമായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ ദൂതനെ, അഥവാ ദൈവത്തിൻ്റെ സന്നിധിയായിരുന്ന ലൂസിഫർ എന്ന് പറയുന്ന ദൂതനെ ദൈവം അവിടെ ആക്കിയത്. ഇവൻ്റെ ഉള്ളിലാണ് നിഗളം കടന്നു വന്നത് എന്ന് കാണാൻ കഴിയുകയാണ്. ലൂസിഫർ എന്ന് പറയുന്ന ഈ പ്രധാന ദൂതൻ്റെ വീഴ്ചയോടെ ദൂതന്മാരെ 2 ഗണമായിട്ട് കാണുവാൻ കഴിയുന്നു. ഒന്ന് വിശ്വസ്ത ദൂതന്മാരെന്നും, രണ്ടാമത് വീണുപോയ ദൂതന്മാരും. വിശ്വസ്ത ദൂതന്മാർ അവർ വിശുദ്ധ ദൂതന്മാരാണ്, ശ്രേഷ്ഠ ദൂതന്മാരാണ്. എന്നാൽ വീണുപോയ ദൂതന്മാർ പിശാചിനും അവൻ ദൂതന്മാർക്കും അഥവാ പിശാചും സാത്താനുമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ലൂസിഫറിൻ്റെ വീഴ്ചയോടുകൂടിയാണ് 2 കാറ്റഗറിയായിട്ട് മാറുന്നത്, വീണുപോയ ദൂതന്മാരും വിശുദ്ധ ദൂതന്മാരും. ഇനിയും ദൂതന്മാരെപ്പറ്റി നാം അല്പം കൂടി വിശദമായി പഠിച്ചു വരുമ്പോൾ അവർക്ക് വ്യത്യസ്തമായിരിക്കുന്ന പേരുകൾ നൽകപ്പെട്ടിരിക്കുന്ന ആൾ കാണാൻ കഴിയുന്നു. ഒന്നാമത്തെ പേര് മൈക്കിൾ അഥവാ മീഖായേൽ എന്നുള്ളായിരിക്കുന്ന പേരാണ്. ഈ മീഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ്. ഹൂ ഈസ് ലൈക്ക് അൻറ്റു ഗോഡ്, ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ് മീഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. മീഖായേലിനെ ഒരു പ്രധാന ദൂതനായിട്ടാണ് ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്.
പ്രധാനമായിട്ടും ബൈബിളിൽ മീഖായേലിനെ 4 സന്ദർഭങ്ങളായിട്ട് നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നു. ഒന്നാമത് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 13-21 ഭാഗങ്ങളിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് മീഖായേൽ സഹായിപ്പാനായിട്ട് വരുന്നതായിട്ട് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി കൊടുക്കാനായിട്ട് മീഖായേലാണ് കടന്നു വരുന്നത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മഹോദരകാലത്ത് ഇസ്രായേലിനെ സഹായിപ്പാനായിട്ട് മീഖായേൽ എന്ന് പറയുന്ന പ്രധാന ദൂതൻ എഴുന്നേറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. യൂദായുടെ ലേഖനം 9-ാം അധ്യായത്തിൽ മീഖായേൽ മോശയുടെ ശരീരത്തിനായിട്ട് പിശാചിനോട് വാദിച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. 4-ാമതായിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി, മീഖായേൽ അവൻ്റെ ദൂതന്മാർ മഹാസർപ്പത്തോട് പടവെട്ടി എന്ന് കാണുന്നു. അപ്പോൾ മീഖായേൽ എന്ന് പറയുന്ന ഈ പ്രധാന ദൂതനെ ഇങ്ങനെ 4 രീതികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്ത ദൂതൻ്റെ പേരാണ് ഗബ്രിയേൽ. ഗബ്രിയേൽ ദൂതൻ. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം മൈറ്റി വൺ ഓഫ് ഗോഡ്, സ്ട്രെങ്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തൻ, ദൈവത്തിൻ്റെ ശക്തനായവൻ, കരുത്തനായവൻ എന്നൊക്കെയാണ് ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്ക് ഗബ്രിയേൽ ദൂതനെ പല നിലകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ചിലയിടത്ത് ഗബ്രിയേൽ ദൂതനെ കർത്താവിൻ്റെ ദൂതനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ ദൂതൻ എന്ന് ഗബ്രിയേലിനെ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഗബ്രിയേൽ ആയിട്ട് തന്നെയാണ് ചന്ദ്രകുമാർ പറയുന്നത്. പല നിലകളിൽ പല ഭാഗത്ത് നമുക്ക് ഗബ്രിയേൽ ദൂതനെ കാണാൻ കഴിയുന്നു. ഏകദേശം 17 ഇടങ്ങളിൽ ഗബ്രിയേൽ ദൂതനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ അവിടെ കാണാൻ കഴിയുന്നത് കോലാട്ടുകൊറ്റൻ, ആട്ടുകൊറ്റൻ ഇവയെപ്പറ്റി കണ്ട സ്വപ്നം ദാനിയേലിന് ഗബ്രിയേൽ ദൂതൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ദാനിയേലിന് 70 ആഴ്ചവട്ടത്തെപ്പറ്റി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ സെക്കരിയാവിന് യോഹന്നാൻ എന്ന പേരോടുകൂടിയ മകൻ ജനിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ സെക്കരിയാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയോട് അവൾക്ക് യേശു എന്ന് പേർ വിളിക്കും എന്ന് മകൻ ജനിക്കും എന്ന് പ്രത്യക്ഷനായിട്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോസഫിന് മറിയയിൽ സംഭവിച്ചതും അവരുടെ ചരിത്രവും വിവരിച്ച് ഗബ്രിയേൽ ദൂതൻ അവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യോസഫിന് ഹെരോദാവിൻ്റെ ഗൂഢപദ്ധതിയെപ്പറ്റി ഗബ്രിയേൽ ദൂതന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യോസഫിന് ഹെരോദാവിൻ്റെ മരണത്തെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആട്ടിടയന്മാർക്ക് ക്രിസ്തു ജനിച്ച സ്ഥലത്തെപ്പറ്റി ഗബ്രിയേൽ ദൂതൻ വ്യക്തമായി കൊടുക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശുവിനെ ഗെത്സമനെ തോട്ടത്തിൽ ഗബ്രിയേൽ ദൂതൻ ശക്തീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ യേശുവിനെ അടക്കിയ കല്ലറയുടെ കല്ല് ഗബ്രിയേൽ ദൂതൻ ഉരുട്ടി നീക്കിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനെ ഗസയിലേക്ക് പറഞ്ഞയക്കുന്നു, ഷണ്ണനെ വഴി അരികെ വെച്ച് കാണുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനോട് പത്രോസിനെ ആളയച്ച് വരുത്തുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹെരോദ രാജാവിനെ വിധിക്കുന്നതായിട്ട് അവിടെ വധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ പൗലോസിനെ കപ്പൽ യാത്രയിൽ ശക്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ കാണുന്നത് ഉത്പ്രാവണ സമയത്ത് ഗബ്രിയേൽ ദൂതൻ, പ്രധാന ദൂതനായ ഗബ്രിയേൽ തൻ്റെ ശബ്ദത്തോടുകൂടി കടന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇത്രയും ഭാഗങ്ങളിൽ ഗബ്രിയേൽ ദൂതനെപ്പറ്റി കാണുവാൻ കഴിയുകയാണ്. ഇനി അടുത്ത ദൂതൻ്റെ പേരെന്ന് പറയുന്നത് കെരൂബീം അഥവാ ചെരൂബീം എന്നുള്ളായിരിക്കുന്ന വാക്കാണ്. ദൂതൻ പറഞ്ഞിരിക്കുന്നത് കെരൂബീം.
ഉന്നത പദവിയിലുള്ളായിരിക്കുന്ന ഒരു ദൂതനാണ് കെരൂബീം എന്ന് പറയുന്നത്. കെരൂബീം എന്ന വാക്കിന് മറയ്ക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. മറയ്ക്കുക എന്നാണ് കെരൂബീം എന്ന വാക്കിൻ്റെ അർത്ഥം. പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ കെരൂബുകളെ പറ്റിയൊരു വിവരണം ആ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ അവിടെ കാണുന്നത് ഓരോന്നിനും 4 മുഖങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. ഓരോ കെരൂബിനും 4 മുഖങ്ങൾ. മുമ്പിൽ മനുഷ്യൻ്റെ രൂപം, വലതുഭാഗത്ത് സിംഹത്തിൻ്റെ രൂപം, ഇടതുഭാഗത്ത് കാളയുടെ രൂപം, പുറം ഭാഗത്ത് കഴുകിൻ്റെ രൂപം. ഇത് കെരൂബുകളുടെ ആയിരിക്കുന്ന ഒരു വിവരണമാണ്. കൂടാതെ ഓരോന്നിനും 2 ജോഡി ചിറകുകൾ ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചിറകുകൾ വീശുമ്പോൾ ഉണ്ടായിരിക്കുന്ന ശബ്ദം തിരമാലകൾ അടിച്ചു വരുന്ന ഇതുപോലെ ഉള്ള ശബ്ദമാണ് ഈ കെരൂബുകൾ അവരുടെ ചിറകുകൾ വീശുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമെന്നാണ് എസ്കേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് ഈ കെരൂബുകൾക്ക് മനുഷ്യരുടെ കാലുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മനുഷ്യരുടെ കൈകളുള്ളതായി കാണുന്നു. അവർ 4 ഗ്രൂപ്പുകളായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നു. ഇതെല്ലാം പ്രത്യക്ഷമാകുമ്പോൾ കാണുന്ന സംഭവങ്ങളാണ്. അപ്പോൾ തന്നെ കെരൂബുകളുടെ ഉദ്ദേശവും പ്രവർത്തനത്തെ പറ്റി നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്, ഏദൻ തോട്ടത്തിന് കിഴക്കായി ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാനായിട്ട് ദൈവം ആരെയാണ് ആക്കിയത്? കെരൂബുകളെയാണ് അവിടെ ആക്കി. ഏദൻ തോട്ടം സൂക്ഷിക്കുവാനായിട്ട്, അതാ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാനായിട്ട് ദൈവം കെരൂബുകളെ അവിടെ നിർത്തിയായിട്ട് കാണുന്നതാണ്. അപ്പോൾ തന്നെ പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി കൃപാസനത്തിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കി അവരെ നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നവർ കഴിയുന്നുണ്ട്. വീഴ്ചയ്ക്ക് മുമ്പ് സാത്താൻ അഥവാ ലൂസിഫർ, അവനും ഒരു പ്രധാന കെരൂബായിരുന്നു, മറയ്ക്കുന്നവൻ ആയ ഒരു കെരൂബായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. 4-ാമതായിട്ട് അവസാനമായിട്ട് ഉപയോഗിക്കുന്ന പേര് സെറാഫുകൾ എന്നാണ്. സെറാഫി. സെറാഫുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം ബേണിംഗ് വൺസ്, ജ്വലിക്കുന്നവർ, കത്തുന്നവർ എന്നാണ് സെറാഫീം എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ സെറാഫുകളെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലാണ് കാണുന്നത്. അവിടെയാണ് സെറാഫിനെ പറ്റി പറയുന്നത്. സെറാഫുകൾ പ്രധാനമായും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പ്രത്യേകത, ഓരോന്നിന് 6 ചിറകുകളുള്ളതായിട്ട് അവിടെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നു. 2 കൊണ്ട് എന്ത് ചെയ്യുന്നു? മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. എന്നിട്ട് അവർ പറയുകയാണ്, അത് അട്ടഹസിക്കുകയാണ്, എന്താണ്? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അരികെ ഉള്ള ശുശ്രൂഷയായിരുന്നു സെറാഫുകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെ 4 ദൂതന്മാരുടെ പ്രത്യേക പേരുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 മീഖായേൽ, 2 ഗബ്രിയേൽ, 3 കെരൂബീം, 4 സെറാഫീം. ഇങ്ങനെ 4 വ്യത്യസ്തമായ പേരുകൾ ദൂതന്മാർക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇനി ദൂതന്മാരുടെ പ്രവർത്തന ശൈലികൾ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു എന്ന് കാണുവാൻ കഴിയുമ്പോൾ, 1 അവരെപ്പറ്റി പറയുന്നത് ലിവിങ് ക്രീച്ചേഴ്സ്, അതായത് ജീവികൾ എന്നവരെ വിളിച്ചിരിക്കുന്നു. ജീവികൾ. ഇവയ്ക്ക് സെറാഫുകളോടും കെരൂബുകളോടും സാമ്യമുള്ളതായി കാണുകയാണ്. ഇവർ ചെയ്യുന്നത്, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നത്, കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ജീവികൾക്ക് വിശ്രമമില്ലാതെ രാവും പകലും യഹോവയായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ഇങ്ങനെ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പറ്റം ജീവികളെ, ദൂതന്മാരെ കാണാൻ കഴിയുകയാണ്. അടുത്തതായിട്ട് റൂളിംഗ് ഏഞ്ചൽസ്, ഭരണ നിമിതരായിരിക്കുന്ന ദൂതന്മാർ. എഫെസ്യർ 1:22, 21, 3:10, കൊലോസ്യർ 1:16, 2:10, 1 പത്രോസ് 3:22 ഈ ഭാഗങ്ങളൊക്കെ കടന്നിരുമ്പോൾ ചില പ്രത്യേകതകളെ പറ്റി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ദൂതന്മാർക്ക് ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേകമായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്?
വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തി, കർത്തൃത്വങ്ങൾ, ആധിപത്യം ഇങ്ങനെയുള്ള പ്രത്യേകമായിരിക്കുന്ന അത് പദങ്ങൾ, അത് പ്രത്യേകതകൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ദൂതന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാര പദവികളാണ്. അവർ വാഴ്ചകളാണ്, അധികാരങ്ങളാണ്, ശക്തികളാണ്, കർത്തൃത്വങ്ങളാണ്, ആധിപത്യം അവർക്കുണ്ട് എന്ന് ഇവിടെ കാണാൻ കഴിയുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത, ദൂതന്മാർ സേവകാത്മാക്കളാണ്, ഗാർഡിയൻ ഏഞ്ചൽസാണ്. അവർ സേവ ചെയ്യുന്നവരാണ്. അത് നാം വായിക്കുണ്ടായി ഇബ്രാഹിം 1:14 ദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കൾ അല്ലയോ എന്ന് അവിടെ പറയുകയാണ്. അഥവാ വിശുദ്ധന്മാർക്ക് സേവ ചെയ്യുന്നവരാണ് എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല സുവിശേഷം 18:10 കാണുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുമാണ്. അപ്പോൾ ദൂതന്മാർ എന്ത് ചെയ്യുന്നു? വിശുദ്ധന്മാരുടെ സേവകാത്മാക്കളായി ശുശ്രൂഷ ചെയ്യുകയാണ്. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ദൂതന്മാർ ദൈവജനത്തിൻ്റെ വിശുദ്ധന്മാരുടെ സേവകാത്മാക്കളായി സേവ ചെയ്യുന്നവരായിട്ട് അവിടെ കാണുകയാണ്. ഇനി നമുക്ക് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ദൂതന്മാരുടെ വീണ്ടും ചില പേരുകളും അവരുടെ പദവികളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകമായിട്ട് ചില പദങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അവർക്ക് ചില സ്ഥാനപ്പേരുകൾ നൽകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഒന്ന്, അവരെപ്പറ്റി പറയുന്നത് ശുശ്രൂഷക്കാർ. സങ്കീർത്തനം 103 കാണുന്ന 21-22 ഭാഗങ്ങളിൽ കാണുന്നു, അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാർ എന്ന് പറയും. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാർ, അവർ ദൈവദൂതന്മാരാണ്, അവർ ശുശ്രൂഷകർ ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമതായിട്ട് കാണുന്ന അവരെപ്പറ്റി പറയുന്ന വേറൊരു പേര് സേന എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 32:1, യോശുവയുടെ പുസ്തകം 5:14, 1 ശമൂവേൽ 17:45, സങ്കീർത്തനം 80:9. ഈ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ യാക്കോബിനെ എതിരേറ്റ് ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറയും. യാക്കോബിനെ എതിരേറ്റ് വന്നവരെ പറയുന്ന പേരാണ് ദൈവത്തിൻ്റെ സേന. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് നൽകിയ വേറൊരു പേരാണ് സേന എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അവരെ വിളിക്കുന്ന വേറൊരു പേരാണ് രഥങ്ങൾ എന്നാണ്. പല ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 68:17, സെക്കരിയാവ് 6:5, 2 രാജാക്കന്മാർ 6:16-17 ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടിയും ആയിരുന്നു എന്ന് വായിക്കുന്നു. അവിടെയും ഏഞ്ചൽസിനെ പറ്റിയാണ് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ വായിക്കുണ്ടായ ദൈവ ഉത്തരന്മാരെന്ന് ദൂതന്മാർ പറഞ്ഞിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 ഭാഗത്ത് കടന്നു വരുമ്പോൾ യോബിൻ്റെ പുസ്തകം 1:6 ദൈവത്തിൻ്റെ പുത്രന്മാരെന്നും അവരെ വിളിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിലും സെക്കരിയാവ് 14:5 കാണുന്നത് അവരുടെ വിശുദ്ധന്മാരെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 5 വിധമായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന വാക്കുകൾ കൂടി പദങ്ങൾ കൂടി ദൂതന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 1 വിശുദ്ധന്മാർ, 2 ദൈവത്തിൻ്റെ സേന, 3 രഥങ്ങൾ, 4 ദൈവപുത്രന്മാർ, 5 വിശുദ്ധന്മാർ. ഇങ്ങനെ വിശേഷമായിരിക്കുന്ന നാമങ്ങൾ കൂടി അവർക്കുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ദൂതന്മാരുടെ പ്രവൃത്തിയും ശുശ്രൂഷയും, വർക്ക് ആൻഡ് മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ്, അതെന്തൊക്കെയാണെന്ന് കാണാൻ കഴിയുന്നത്. പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാർ എന്താണ് ചെയ്യുന്നത്? പിതാവാം ദൈവത്തിനെ അവർ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. 148-ാം സങ്കീർത്തനം, യെശയ്യാപ്രവചനം 6-ാം അധ്യായം, ഇവിടെ എല്ലാം കാണുന്നത് പിതാവാം ദൈവത്തെ ദൂതന്മാർ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക, രാപകലില്ലാതെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. മാത്രമല്ല ദൂതന്മാർ അവനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എബ്രായർ 1:6, വെളിപ്പാട് പുസ്തകം 5:8-13 വരെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അവർ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൂടാതെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവമുമ്പാകെ വന്നെപ്പോഴും നിൽക്കുകയാണ്. കൂടാതെ ദൈവത്തിൻ്റെ ന്യായവിധി നടത്തുവാനായിട്ട് ദൂതന്മാർ ഉണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു. അപ്പം പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്
ദൂതന്മാർ അവനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ദൂതന്മാർ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു, ദൈവം പാകെ വന്ന് നിൽക്കുകയാണ്. മാത്രമല്ല ദൈവം നിശ്ചയിച്ചുള്ള ന്യായവിധി നടത്തുവാനായിട്ട് ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇനി പുത്രനോടുള്ള ബന്ധത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ദൂതന്മാർ എന്തൊക്കെയാണ് ചെയ്തത്? അവൻ്റെ ജനനത്തിങ്കൽ ചെയ്തത്, ഗബ്രിയേൽ ദൂതൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി പ്രവചിക്കുവാൻ ഇടയായിത്തീർന്നു. മത്തായി സുവിശേഷം 1:2, ലൂക്കോസ് 1:26, 28 ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ഗബ്രിയേൽ ദൂതനാണ് അവൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നത്. മാത്രമല്ല യേശുക്രിസ്തു ജനനത്തെപ്പറ്റി പരസ്യപ്പെടുത്തിയതും അത് ആട്ടിടയന്മാർക്ക് പരസ്യപ്പെടുത്തി കൊടുത്തതും ദൂതന്മാരാണ്, ഗബ്രിയേൽ ദൂതനാണ്. ഇനി കർത്താവായ യേശുക്രിസ്തുവിന് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മറിയയ്ക്കും ജോസഫിനും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിസ്രൈമിലോട്ട് പൊയ്ക്കൊള്ളുവീൻ എന്ന് വായിക്കും മുന്നറിയിപ്പ് ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ ബന്ധത്തിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവിടെ പിന്നെ കാണാൻ കഴിയുന്നത് യേശുവിനെ അവർ ശുശ്രൂഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു, സാത്താൻ തോറ്റ് പിന്മാറി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് വായിക്കണം. അപ്പോൾ ഈ ഏറ്റുമുട്ടൽ സാത്താൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിക്കുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഗെത്സമന തോട്ടത്തിൽ കർത്താവായിരുന്നപ്പോൾ അവനെ ശക്തീകരിക്കുവാനായിട്ട് സുഖത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നായിട്ട് കാണുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ദൂതന്മാരുടെ ഇടപെടലും ഉണ്ടായിരുന്നു കാണും. ഇനിയും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലും ദൂതന്മാരുടെ സാന്നിധ്യം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ കല്ലുരുട്ടി നീക്കിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ദൂതൻ്റെ ഇടപെടൽ ഉണ്ടായി അവിടെ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ദൂതൻ സ്ത്രീകളോട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്ത ദൂതനാണ് അവരെ അറിയിക്കുന്നത്. മൂന്നാമതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാർ അവിടെ സന്നിഹിതരായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഈ 3 നിലകളിൽ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനുള്ള ബന്ധത്തിൽ, 2-ാം വരവിനുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ പ്രത്യേകത എന്താണ്, അവരുടെ റോൾ എന്താണ്? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത നടക്കുമ്പോൾ ആ സമയത്ത് പ്രധാന ദൂതനെ അയച്ചാണ് സഭയെ കൂട്ടിച്ചേർക്കുന്നത് എന്ന് കാണുവാൻ കഴിയുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലും 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത നടക്കുന്ന സമയം ദൂതന്മാരുടെ അകമ്പടിയോടെ ഭൂമിയിലോട്ട് വരുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. 3-ാമതായിട്ട് ദൂതന്മാർ ന്യായം വിധിക്കുമ്പോൾ അവിടെ സാന്നിധ്യമുണ്ട്. ലോകാവസാനത്തെങ്കിൽ ദൂതന്മാർ കള കൊയ്ത് വേർതിരിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലും യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ഈ ലോകത്തെ ജീവിതത്തിലും അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തെങ്കിലും 2-ാം വരവിലും എല്ലാ ദൂതന്മാരുടേതായിട്ടുള്ള സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇനിയും സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നാമത് ചിന്തിച്ചത് പിതാവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ പ്രവൃത്തികൾ, പുത്രനാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ പ്രവൃത്തികൾ. ഇനി സഭയോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ പ്രവൃത്തി എങ്ങനെയാണ്? സഭയെ ദൂതന്മാർ സംരക്ഷിക്കുന്നു എന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുകയാണ്. മാത്രമല്ല പ്രത്യേക ശുശ്രൂഷകൾക്കൊക്കെ മറുപടി നൽകുന്നതായിട്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പത്രോസിനെ സഭയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസിനെ തട്ടി ഉണർത്തി ദൂതന്മാർ പുറത്തു കൊണ്ടിരുന്നതായിട്ട് കാണും. അത് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥന കേട്ട് ദൂതന്മാരെ അയച്ച് ദൈവം വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും പാപികളുടെ രക്ഷിക്കപ്പെടുന്നതിൽ ദൂതന്മാർ സഹായിക്കുന്നുണ്ട്. അവരുടെയും ദൂതന്മാരുടെ ഒരു സജീവ
സാന്നിധ്യം ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഫിലിപ്പോസിനെ എങ്ങോട്ട് പറഞ്ഞയക്കുന്നു? ഗസയിലോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അത് ഗസയിൽ പറഞ്ഞയച്ചത് ഫലമായിട്ട് ഷണ്ണൻ്റെ രക്ഷയ്ക്ക് അത് കാരണമായി തീർന്നു. അപ്പോൾ ഫിലിപ്പോസിനെ പറഞ്ഞയക്കുന്നത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട ദൂതൻ്റെ അത് സജീവമായി ഇടപെടൽ നിമിത്തമാണ് ഷണ്ണൻ കടന്നു പോകുന്നതും ഫിലിപ്പോസ് കടന്നു പോകുന്നതും ആ പോയത് ഷണ്ണൻ്റെ രക്ഷയ്ക്ക് കാരണമായി. അവിടെ ദൂതന്മാർക്കൊരു പങ്കാളിത്തമുണ്ട് എന്ന് കാണാൻ കഴിയുന്നു. കൂടാതെ കൊർന്നല്യോസിൻ്റെ രക്ഷയുടെ പുറകിലും ഒരു ദൂതനുണ്ടായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കാണുന്നു. അവൻ്റെ രക്ഷയ്ക്കും ദൂതനെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ദൂതൻ പൗലോസ് അപ്പോസ്തലനെ ധൈര്യപ്പെടുത്താനായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, പൗലോസേ നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നുവെന്ന് ദൂതൻ പ്രത്യക്ഷനായ പൗലോസിനോട് പറയുന്നു. പൗലോസിനെ ദൈവം ദൂതനെ അയച്ച് ശക്തീകരിക്കണം. ഇനി വിശുദ്ധന്മാരുടെ ഭരണസമയത്ത് എല്ലാ പരിചരണവും എല്ലാ ബഹുമതിയും കൊടുത്തുകൊണ്ട് വിശുദ്ധന്മാരുടെ ആത്മാവിനെ അകമ്പടിയോടുകൂടി പിതാവാം ദൈവത്തിൻ്റെ അബ്രഹാം പിതാവിൻ്റെ മടിയിലോട്ട് കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട്. എവിടെയാണ് കാണുന്നത് നമുക്കത്? ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ ആരെയാണ് കൊണ്ടുപോകുന്നത്? ലാസറിനെ ദൂതന്മാർ അകമ്പടിയോടുകൂടി കൊണ്ടുവന്ന് കാണും. അപ്പോൾ വിശുദ്ധന്മാർ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ മരണം ആസ്വദിക്കുമ്പോൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാവിനെ ആരാ കൊണ്ടുപോകുന്നത്? ദൂതന്മാരുടെ അകമ്പടിയോടി. ലാസറിനെ ദൂതന്മാരുടെ അകമ്പടിയോട് കൊണ്ടുപോകുന്നത് തന്നെ വിശുദ്ധ ദൈവജനത്തെ അവരാരായാലും എവിടെ മരിച്ചാലും ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി പിതാവാം ദൈവത്തിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെയും ദൂതന്മാരുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം അവിടെയും നമുക്ക് കാണുകയാണ്. ഇനിയും അവസാനമായിട്ട് കടന്നു വരുമ്പോൾ അഭക്തന്മാരുടെ ബന്ധത്തിൽ ദൂതന്മാരുടെ ഇടപെടൽ എങ്ങനെയാണ്? അഭക്തന്മാരുടെ ബന്ധത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ന്യായവിധി നടത്തുവാനായിട്ട് ദൈവം ദൂതന്മാരെ ഉപയോഗിച്ചായിട്ട് കാണുന്നു. വേദപുസ്തകത്തിൽ പലയിടങ്ങളായി ദൈവം ന്യായം വിധിക്കുന്നുണ്ട്. അവിടെ എല്ലാം ദൈവം ദൂതന്മാരെ ഉപയോഗിച്ചിരിക്കുകയാണ്. നമുക്ക് പഴയമത്തിൽ ഇപ്പോഴത്തെ പുസ്തകം 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് എന്താണ്? സോദോം ഗോമോറയെ നശിപ്പിക്കുന്നതിലും ദൂതന്മാരുടെ സജീവമായിട്ട് സാന്നിധ്യം ഉണ്ടായിരുന്നു. വിഗ്രഹാരാധികളായ യെരുശലേം നിവാസികളെ ന്യായം വിധിക്കുന്നതിൽ എസ്കേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ അവരെ ന്യായം വിധിക്കുന്നതിലും ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹേരോദ് അഗ്രിപ്പ ഒന്നാമനെ ദൂതൻ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടിച്ചു വീഴ്ത്തുകയാണ്. അവിടെ കാണുന്നത് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അപ്പോൾ അവിടെ അശുദ്ധന്മാരുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ട്. അവിടെ ദൈവം സന്ദർശിക്കുന്നു കാണുന്നുണ്ട്. ഇനി യുഗത്തിൻ്റെ നാം വാസിക്കുന്ന യുഗത്തിൻ്റെ അവസാനം അധർമ്മികളെ കള കൂട്ടുന്നത് പോലെ കള ചുടുന്നത് പോലെ ചുട്ടുകളയും എന്ന് കാണുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടെയും ദൂതന്മാരാണ് ഇവരെ ശേഖരിച്ച് ന്യായം വിധിക്കണം. അവസാനമായിട്ട് കടന്നു വരുമ്പോൾ മഹോദരവ കാലത്ത് ന്യായവിധി നടത്തുവാനായിട്ട് ദൂതന്മാർ അവിടെ കടന്നു വരികയാണ്. അവർ ധൂപകലശവും കാഹളം ഇവയെല്ലാം ഉപയോഗിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ കാണും. അവരെയും ദൈവം ഉപയോഗിക്കുകയാണ്. ഇനിയും അവസാനമായിട്ട് ക്രോധ കലശം ഭൂമിയിലോട്ട് ഒഴിക്കുന്നതായിട്ട് നാം കാണുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ അവിടെയും ദൂതന്മാരെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ദൂതന്മാരുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ കാണാൻ കഴിയുകയാണ്. അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന നിലകളിലാണ് ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ ദൂതന്മാരെ അത് ആക്കി വച്ചിരിക്കുന്നത്. ദൈവജനമേ, നമ്മുടെ പ്രത്യേകത ദൂതന്മാർ നമ്മോട് വന്ന് ചിന്തിക്കുമ്പോൾ അവർ നമ്മുടെ സേവക ആത്മാക്കൾ ആകും. നമ്മെ സംരക്ഷിക്കുന്നു, എല്ലാ സംരക്ഷണം നൽകി നമുക്ക് സേവ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയും. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നുള്ള അവസ്ഥയാണ്. എന്നാൽ നാം പുനരുത്ഥാനത്തെങ്കിൽ ഈ ഭൂമിയിലെ വാസം അവസാനിച്ച് നിത്യയിൽ പ്രവേശിക്കുമ്പോൾ സഭ ദൂതന്മാരെ ഭരിക്കുന്നു, ന്യായം വിധിക്കുന്നു എന്ന് കാണും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അവസ്ഥയും സഭയുടെ അവസ്ഥയും ഒന്ന് ചിന്തിക്കണം.
ക്രിസ്തു ജഡം എടുക്കുന്നതിന് മുമ്പ് ദൂതന്മാരെക്കാട്ടിൽ മഹാനായിരുന്നു, ദൂതന്മാരെക്കാട്ടിൽ വലിയവനായിരുന്നു. ജഡമെടുത്തു കഴിഞ്ഞപ്പോൾ താൽക്കാലിക സമയത്തേക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഞാൻ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയത്? അതിൻ്റെ പ്രധാന കാരണം ക്രിസ്തുവിന് മരണം ഉണ്ടായിരുന്നു. ദൂതന്മാർക്ക് മരണമില്ല, അവർ മരിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിന് മരണമുണ്ടായിരുന്നുകൊണ്ട് ഭൂമിയിലായിരുന്നപ്പോൾ അല്പസമയത്തേക്ക് മാത്രമായിട്ട് ക്രിസ്തു ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്നാൽ മരണത്തെ ഭേദിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലൂടെ കർത്താവ് മടങ്ങി വരികയും ഇന്ന് കർത്താവ് യേശു ക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇപ്പോൾ ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും വലിയ. എന്നാൽ സഭ, നമ്മുടെ പ്രത്യേകത, നാം അല്പം ദൂതന്മാരെക്കാട്ടിൽ ഇപ്പോൾ താഴ്ന്ന അവസ്ഥയിലാണ്. എന്നാൽ നമ്മുടെ പുനരുത്ഥാനത്തെങ്കിൽ ദൂതന്മാരെ വിധിക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ഇത്രയും ശ്രേഷ്ഠം ഭാരിക്കുന്ന പദവികളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അത് ഈ വിഷയം നമുക്ക് അല്പമായി ഞാൻ ലളിതമായിട്ടേ പറഞ്ഞുള്ളൂ, ആഴമായിട്ടൊന്നും പറഞ്ഞില്ല. ഇത്രയും പ്രത്യേകതകളാണ് നമുക്ക് ദൂതന്മാരെ പറ്റി കാണാൻ കഴിയുന്നത് എന്ന് തിരുവഴുത്ത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ പഠനം, ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. വിധമാലയ്ക്കുന്ന പേരുകൾ, അവരുടെ പ്രത്യേകതകളെപ്പറ്റി നമുക്ക് വളരെ സൂക്ഷ്മമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.